Hi, I am Roger Jose, Managing Director of Alpha Academy. 2022 NEET examination base ചെയ്തിട്ട് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ രണ്ട് അലോട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് MBBSൻ്റെയും BDSൻ്റെയും ഉള്ള അലോട്ട്മെൻറ്റും മറ്റൊന്ന് അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 കോഴ്സുകളിലേക്കാണ് അലൈഡ് കോഴ്സുകളായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നത്. ഈ നവംബർ 22-ാം തീയതി 10 മണി വരെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലൈഡ് കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം. 24-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. 25-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 29th മുതൽ ഡിസംബർ 2 ബിറ്റ്വീനായിട്ട് ഫീസ് അടച്ച് കോളേജുകളിൽ അഡ്മിഷൻ നേടണം. കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. സെക്കൻഡ് അലോട്ട്മെൻറ്റ്, മോപ്പപ്പ്, സ്റ്റേ വേക്കൻസി ഇവിടെയൊന്നും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. നാം കൊടുത്തിരിക്കുന്ന ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മാത്രമാണ് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് അനുവാദം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാക്സിമം കോഴ്സുകളും കോളേജുകളും നമുക്ക് ആവശ്യമുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ വർഷത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ കോളേജുകളിൽ പോയി നാം നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിർബന്ധമായി അഡ്മിഷൻ എടുക്കണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാം നിർബന്ധമായും ആ കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണ്, ഈ ഒരു പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നാം ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഈ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ 12 കോഴ്സുകളാണ് വരുന്നത്. ആദ്യമായി തന്നെ BPharm കോഴ്സുണ്ട്. BPharm എന്ന് പറഞ്ഞ കോഴ്സ് നമുക്കറിയാം കീമിൻ്റെ പേപ്പർ 1 പരീക്ഷ ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയതിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് BPharm കോഴ്സിലേക്ക് നാം അഡ്മിഷൻ വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി BPharm കഴിഞ്ഞാൽ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇത്രയും കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റാണ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമുക്കറിയാം ഇതിൽ തന്നെ വരുന്ന അഗ്രികൾച്ചർ കോഴ്സ്, അത് അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ICAR എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റ്, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ അഗ്രികൾച്ചർ കോഴ്സിൻ്റെ 85% സീറ്റാണ് കീം ഫില്ല് ചെയ്യുന്നത്. ബാക്കി 15% സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അതിനോടൊപ്പം ഈ അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ഇന്ത്യ മുഴുവനുള്ള ICAR ഫില്ല് ചെയ്യുന്നത് തന്നെ അഗ്രികൾച്ചർ ക്യാമ്പസുകളിലെ 13 ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. ഈ 13 കോഴ്സുകളിലെയും ഓൾ ഇന്ത്യ വൈസ് വരുന്ന 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ICAR ആണ്. ICAR ഫില്ല് ചെയ്യുന്ന ആ കോളേജുകളുടെ തന്നെ ബാക്കി വരുന്ന 85% സീറ്റ് കേരളത്തിലെ 85% സീറ്റും ഫില്ല് ചെയ്യുന്നത് കീമാണ്. ഇനി അതിനോടൊപ്പം തന്നെ ബാക്കി വരുന്ന ഈ 12 കോഴ്സുകൾ, ഈ 12 കോഴ്സുകളിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനും ഈ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഈ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നാം നിർബന്ധമായും പങ്കെടുക്കണം. നമുക്കറിയാം ഇപ്പോൾ നീറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി കീമിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അർഹതപ്പെട്ട ഒരു കോളേജോ കോഴ്സോ ലഭിച്ചു കഴിഞ്ഞാൽ നാം കോളേജുകളിൽ അഡ്മിഷൻ നേടണം. അഡ്മിഷൻ നേടി പഠിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് നാം നീങ്ങുക എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികളും പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നാം അലോട്ട്മെൻറ്റിൽ ഒരു കോളേജോ കോഴ്സോ അനുവദിച്ചിട്ട്, നമുക്കറിയാം വെറുതെ അനുവദിക്കുന്നതല്ല എൻട്രൻസ് കമ്മീഷണർ, നാം ചോദിച്ചതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എൻട്രൻസ് കമ്മീഷണർ ഒരു കോളേജോ കോഴ്സോ നമുക്ക് അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിച്ചതിന് ശേഷം നാം അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഈ വർഷത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ, കാര്യം അഡ്മിഷൻസ് ഒക്കെ ഡിലേ ആകാൻ പാടില്ല എന്ന് കോർട്ടിൻ്റെ പ്രത്യേക ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും കുട്ടികൾ കൃത്യമായി അഡ്മിഷൻ നേടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻട്രൻസ് കമ്മീഷൻ നിർബന്ധമായും തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ MBBSന് BDSന് ഒരു അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റിലൊന്നും ഒരു എൻട്രൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്യത്ത് പോലുമില്ല. ഇനി അതുപോലെ തന്നെ കീമിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ
അവിടെ അഡ്മിഷൻ നേടുക. ഇനി അതിനേക്കാൾ അവിടെ നമുക്കറിയാം കീമിൻ്റെ വരുമ്പോൾ ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ബി ഡി എസിൻ്റെ ഒരു പ്രൈവറ്റ് സെക്ടർ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതിനേക്കാൾ ഈ 12 കോഴ്സുകളോടാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ 12 കോഴ്സുകളുടെ ഗവൺമെൻറ് സെക്ടറിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഈ അലോയ്ഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിർബന്ധമായും പങ്കെടുക്കുക. ഇവിടെ ഒരു കോഴ്സ് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ അഡ്മിഷൻ നേടുക. അങ്ങനെയാണെങ്കിൽ പിന്നെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമുക്ക് നിർബന്ധമായും ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നാം ഈസി ആക്കാൻ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കോളേജോ കോഴ്സോ ലഭിക്കാൻ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ചോയ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻട്രൻസ് കമ്മീഷണർ നമ്മളോട് ഏത് കോഴ്സിനാണ് ഏത് കോളേജിലാണ് പഠിക്കാൻ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള അർഹത നോക്കിയല്ല നമ്മൾ പറയേണ്ടത്. ഈ അർഹത എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 12 കോഴ്സുകൾക്കും കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് എവിടം വരെയൊക്കെ ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ വിശദമായി തന്നെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. പക്ഷേ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയൊന്നും നമ്മുടെ അർഹത നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് റാങ്ക് കിട്ടിയ കുട്ടികളും ആവട്ടെ, നാം ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കോഴ്സും ഏറ്റവും നല്ല കോളേജും 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെ നാം ചോയ്സ് ഫില്ല് ചെയ്യുക. കാര്യം എൻട്രൻസ് കമ്മീഷണർ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ലഭിക്കും, ഇല്ലെങ്കിൽ മാത്രമേ സെക്കൻഡ് കൺസിഡർ ചെയ്യത്തുള്ളൂ. നാം ഒരു നല്ല കോളേജ് കൊടുക്കാതിരുന്നാൽ അവിടെ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവ് വന്നാൽ നമ്മളെ കൺസിഡർ ചെയ്യുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല കോളേജും കോഴ്സും 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. വെറ്റിനറിയും അഗ്രികൾച്ചറും ബി.ഫാമും അതുപോലെ ആയുർവേദവും ഹോമിയോയും പ്രൈവറ്റും സെൽഫ് ഫിനാൻസിങ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. നാം കൊടുക്കുന്ന ഓപ്ഷൻസ് കൃത്യമായി, ഇതിനോടൊപ്പം തന്നെ ഓരോ കോളേജിൻ്റെ ഫീസുകളും നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഓരോ കോഴ്സുകളുടെയും. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഈ പേജിൽ മുഴുവൻ കോഴ്സുകളും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോട് വരുമ്പം അലോട്ട്മെന്റ് സ്കീമിൻ്റെ ഷെഡ്യൂള് ഏതൊക്കെ ഡേറ്റിലാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. അതിനുശേഷം വരുമ്പോൾ ഓരോ കോഴ്സുകളുടെയും റിസർവേഷൻ, ഓരോ കാറ്റഗറി വൈസുള്ള റിസർവേഷൻ്റെ പെർസെൻറ്റേജ് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ആയുർവേദത്തിന് ഗവൺമെൻറ് സെക്ടർ വരുമ്പോൾ 13,230 റുപ്പീസ്, അത് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരുമ്പോൾ 2,82,821 റുപ്പീസാണ്. ഹോമിയോ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ 1,260 റുപ്പീസ് മാത്രമാണ് ഫീസ് വരുന്നത്. ഹോമിയോയ്ക്ക് നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ കോളേജുകളില്ല. സിദ്ധയ്ക്ക് ഗവൺമെൻറ് സെക്ടറിൽ കോളേജുകളില്ല, പ്രൈവറ്റ് സെക്ടറിൽ മാത്രമാണ്. അവിടെ വരുന്നത് 2,72,406 രൂപയാണ്. യുനാനിയും സെയിം തന്നെ, ഗവൺമെൻറ് സെക്ടറിൽ കോളേജ് ഇല്ല, പ്രൈവറ്റ് സെക്ടറിൽ മാത്രമാണ് ഉള്ളത്. അവിടെ ഫീസ് വരുന്നത് 2,72,406 ആണ്. അഗ്രികൾച്ചറിന് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമാണ് കോഴ്സ് ക്യാമ്പസ് ഉള്ളത്. 15,000 റുപ്പീസാണ് ഫീസ് വരുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ കോളേജുകളില്ല. അതുപോലെ ഫോറസ്ട്രിക്കും 15,000 തന്നെയാണ്, പ്രൈവറ്റ് സെക്ടറിൽ കോളേജ് ഇല്ല. ഫിഷറീസിന് 16,104 ആണ് ഫീസ് വരുന്നത്, പ്രൈവറ്റ് സെക്ടറിൽ കോളേജ് ഇല്ല. വെറ്റിനറി സയൻസിനും 20,790 ആണ് ഫീസ് വരുന്നത്, പ്രൈവറ്റ് സെക്ടറിൽ വെറ്റിനറിക്ക് കോളേജ് ഇല്ല. ഫാർമസിക്ക് 16,540 ആണ് ഫീസ് വരുന്നത്, പ്രൈവറ്റ് സെക്ടറിൽ ഫാർമസിക്ക് കോളേജ് ഉണ്ട്, അവിടെ 98,000 ആണ് ആനുവൽ ഫീസ് വരിക. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെൻറ്റ് സയൻസ്, ബയോടെക്നോളജി, ഇതിന് മൂന്നിനും പ്രൈവറ്റ് സെക്ടറിൽ കോളേജുകളില്ല. കോർപ്പറേഷൻ ബാങ്കിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിനും 15,000 വീതവും ബയോടെക്നോളജിക്ക് 30,000 റുപ്പീസുമാണ് ഫീസ് വരുന്നത്. പ്രയോറിറ്റി ലിസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2022 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാം മെറിറ്റ് സീറ്റിൽ കഴിഞ്ഞ വർഷം ആയുർവേദത്തിന് 7,340 വരെയുള്ള കുട്ടികൾക്ക് ആയുർവേദത്തിന് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് വരുമ്പോൾ 26,198 വരെയുള്ള കുട്ടികൾക്ക് ആയുർവേദത്തിന് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിന് ഗവൺമെൻറ് സെക്ടറിൽ 5,721 വരെയുള്ള കുട്ടികൾക്കും, ഫിഷറീസിന്
8521 വരെയുള്ള കുട്ടികൾക്കും വെറ്റിനറിക്ക് 4298 വരെയുള്ള കുട്ടികൾക്കും ഹോമിയോ 9058 വരെ വന്ന കുട്ടികൾക്ക് ബയോടെക്നോളജിക്ക് 8203 വരെയും സിദ്ധ 27000 വരെയുള്ള കുട്ടികൾക്കും കോർപ്പറേഷൻ ബാങ്കിങ് 9722 ക്ലൈമറ്റ് ചേഞ്ചിന് 9321 ഫോറസ്ട്രിക്ക് 7842 ഇത്രയും വരെ റാങ്കിൽ വരെ വന്ന കുട്ടികൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് തന്നെ നാം ഇന്ന കോളേജ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതിന് പകരം നാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഏതാണ്? ആയുർവേദമാണോ, ഹോമിയോ ആണോ, വെറ്റിനറി ആണോ, അഗ്രികൾച്ചർ ആണോ, ഏത് കോഴ്സിനാണോ നാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏത് ക്യാമ്പസിനാണോ നാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് 1, 2, 3 എന്നുള്ള ഓർഡറിൽ കൊടുത്തുകൊണ്ട് വേണം നാം ഇത് സബ്മിറ്റ് ചെയ്യുവാൻ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക, ഈ അലോട്ട്മെൻറ്റ്, ഈ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ MBBSും BDSും കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു കോഴ്സ് നമുക്ക് ലഭിക്കാൻ 2022 എൻട്രൻസിനെ ബേസ് ചെയ്ത് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന് വേണേൽ പറയാം. ഇനി ഈ അലൈഡ് കോഴ്സുകളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം MBBSും BDSും കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട ഒരു കോളേജോ കോഴ്സോ ലഭിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് ഈ അലൈഡ് കോഴ്സുകളുടെ 12 കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ MBBSോ BDSോ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങോ KEAMന്റെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ അലൈഡ് കോഴ്സുകളോ ഏതുമാവട്ടെ, ഈ കോഴ്സുകളിലൊക്കെ നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സോ കോളേജോ ലഭിക്കാതിരുന്നു എന്നതുകൊണ്ട് നാം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗോൾ ഏതാണ്? ഞാൻ ഏത് കോഴ്സ് പഠിക്കാനാണ് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത്, അത് 2022 നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലേ, അവിടെയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മിലുള്ള ചെറിയ മിസ്റ്റേക്കുകളാണല്ലോ നമ്മുടെ പരീക്ഷകളിൽ നമ്മെ പുറകിലേക്ക് തള്ളിയത്. ആ മിസ്റ്റേക്കുകളെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് വിജയിക്കാവുന്ന, വിജയിയായി മാറാവുന്ന ഒരു വിദ്യാർത്ഥിയാണ് എല്ലാ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. അപ്പോൾ വിജയികളായിട്ട് ആരും സൃഷ്ടിക്കപ്പെടുന്നില്ല. വിജയിക്കാൻ വേണ്ട കഴിവുകൾ നമ്മിൽ വളർത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് ഇനിയും സമയമുണ്ട്. 2023 എക്സാമിനേഷന് ഇനിയും നമ്മുടെ മുമ്പിൽ 5 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, നന്നായി വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ഈ 5 മാസം ഫുൾ ഡെഡിക്കേറ്റഡ് ആയി പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5 മാസം കൊണ്ട് നിങ്ങളെ വിജയിക്കാൻ വേണ്ട കഴിവുള്ളവരാക്കി മാറ്റാൻ പറ്റുന്ന നല്ല ഒരു കെയറിങ്ങും നല്ല ഒരു സിസ്റ്റവും നമ്മുടെ കൂടെ ഉണ്ടാവണം. അവിടെയാണ് വിദ്യാർത്ഥികളോടൊപ്പം ആൽഫ 22 വർഷമായി നിൽക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ വിജയിക്കാൻ വേണ്ട കഴിവുള്ളവരാക്കി മാറ്റുന്നു, അതിനുവേണ്ട കെയറുകൾ കൊടുക്കുന്നു. 24 മണിക്കൂറും അവരെങ്ങനെയാണ് ടൈമിനെ മാനേജ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ട്, കോൺഫിഡൻസിൽ ബിൽഡ് കൊണ്ട് അവരെ വിജയിക്കാൻ വേണ്ട കഴിവുള്ളവരാക്കി മാറ്റുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൽ റിപ്പീറ്റർ ബാച്ചിലോ ക്രാഷ് കോഴ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാമ്പസ് ഏത് കോഴ്സും ആവട്ടെ, ഏറ്റവും നന്നായി പഠിക്കാൻ, ഏറ്റവും നല്ല കെയറോടുകൂടി പഠിക്കാൻ, വിജയത്തിലേക്ക് അവരെ നയിക്കാൻ ആൽഫയുടെ വിവിധ പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയാനും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആൽഫയിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളുടെ വിജയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.